ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് മെയ് ദിനമാണ്, തൊഴിലാളി ദിനം. തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പിനെ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന ദിവസം. നമ്മുടെ വന്ധ്യപിതാവ് നല്ല ഒരു തച്ചനായിരുന്നു, അധ്വാനിക്കുന്ന വ്യക്തിയായിരുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാമത്തെ അധ്യായം 55-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെ പറയുന്നു: ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ. ഈശോ സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോൾ ഈശോയുടെ നാട്ടുകാർ ഈശോയെ അവിശ്വസിക്കുക. എന്നിട്ട് ചോദിക്കും, ഇവന് ജ്ഞാനമൊക്കെ എവിടെ നിന്ന് കിട്ടി? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ. ഈ തച്ചൻ്റെ മകനായ ഇവന് ഇതൊന്നും കിട്ടുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. ആ ജനക്കൂട്ടം ഈ തച്ചനെയും ഈ മകനെയും തിരിച്ചറിയാനായിട്ട് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. നീതിമാനായ വ്യക്തി, ദൈവത്തിൻ്റെ ഹിതത്തിന് വില കൊടുത്ത വ്യക്തി, ദൈവഹിതത്തിന് വേണ്ടി സ്വന്തം താല്പര്യങ്ങളെ വിട്ടുകൊടുത്ത വ്യക്തി, അത് നമ്മുടെ പുണ്യതാതൻ യോസേപ്പിതാവ്. ആ താതൻ്റെ ചിറകിൻ്റെ കീഴിലാകുമ്പോൾ, ഇന്ന് തൊഴിലാളികളെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുമ്പോൾ, തൊഴിലിനെയും തൊഴിൽദാതാവിനെയും തൊഴിൽ ചെയ്യുന്നവരെയും പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുമ്പോൾ, ഒരു അധ്വാനത്തിൻ്റെ ഒരു ശീലം നമ്മളുണ്ടാകട്ടെ. നമുക്ക് വേണ്ടി അധ്വാനിക്കുവാനായിട്ട്, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കാനായിട്ട്. പ്രിയ സഹോദര സഹോദരി, നിനക്കൊരു ചങ്കൂറ്റം ഉണ്ടാകട്ടെ. അധ്വാനിച്ച് ഭക്ഷണം സമ്പാദിക്കണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടാകട്ടെ. നിൻ്റെ ഭക്ഷണം ഷെയർ ചെയ്യണമെന്നുള്ളൊരു മനോഭാവം നിനക്കുണ്ടാകട്ടെ. അതിനായിട്ട് ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നേ ദിവസം നിൻ്റെ വളർത്തുപിതാവിനെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുമ്പോൾ, അധ്വാനശീലം ഉണ്ടാകുന്നതിന് വേണ്ടി, എനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാനുള്ള ഒരു ശീലം ഞങ്ങൾ വളർന്നു കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ നീ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. എല്ലാവിധ ദാനങ്ങൾ കൊണ്ടും നിറയട്ടെ. അധ്വാനത്തിൻ്റെ ഫലം എപ്പോഴും അനുഭവിക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.